ഒരു മെമ്പറിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുക. അത് സ്വന്തം പാർട്ടിക്കാരനായ മെമ്പർ വഴക്കിനോ വക്കാണത്തിനോ പോകാത്ത ഒരാളുടെ മൈക്ക് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞിട്ട് താങ്കൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല എന്ന് പറയുക. ഇതൊക്കെ SFIക്കാരനായ ഷംസീറിന് ചെയ്യാം. പക്ഷേ സഭാനാഥനായ സ്പീക്കർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു അഭംഗിയുണ്ട്. ഈ കാര്യം അദ്ദേഹത്തിന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരാരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞു കൊടുക്കാനും ഇന്ന് പാർട്ടിക്കകത്ത് ആരുമില്ല. ഇയാൾ വഷളാകുന്ന അത്ര വഷളാകട്ടെ, എല്ലാവരും വഷളാകുകയാണല്ലോ. ഇനി സഭാനാഥൻ മാത്രമായിട്ടും മിടുക്കനാകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. KT ജലീൽ അതിനോട് പ്രതികരിച്ചത് ശരിയായ രീതിയിലാണോ എന്നുള്ള വേറെ ചോദ്യം. ജലീലിന് വേണമെങ്കിൽ വിവരമില്ലാത്തവനല്ലേ എന്ന് കരുതി ക്ഷമിക്കാമായിരുന്നു, പൊറുക്കാമായിരുന്നു. അദ്ദേഹം അതിന് പകരം ഫേസ്ബുക്ക് വഴിക്ക് പ്രതികരിക്കുകയാണ് ചെയ്തത്. അത് അനുചിതമെന്നല്ലാതെ പറയാനില്ല. പക്ഷേ സത്യത്തിൽ ഈ അടുപ്പൂട്ടി ചർച്ച കണ്ടപ്പോഴാണ് എനിക്ക് പാവം ജലീലിനോട് പിന്നെ സഹതാപം തോന്നി. ജലീൽ അടിമ വംശത്തിൻ്റെ സ്ഥാപകനാണ് എന്നാണ് ദാവൂദ് സാഹിബ് പറയുന്നത്. അടിമ വംശം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻമാരുടെ ഒരു വംശമായിരുന്നു. കുത്തബ്ദീൻ ഐബക്ക് മുതൽക്ക് ഇങ്ങോട്ട് ഉള്ള ആളുകൾ, ഇൽത്തുമിഷ് ഒക്കെ അടിമ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ഒരു സുൽത്താനാണ് ജലീൽ എന്നാണ് ദാവൂദ് പറയുന്നത്. മറ്റേ സാഹിബ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പുറത്തിരിക്കുന്ന ചങ്ങാതി പറഞ്ഞത് അജിംസിൻ്റെ അഭിപ്രായത്തിൽ KT ജലീൽ വിനു വി ജോൺ പറഞ്ഞ പോലെ ഒരു അല്പനാണ് എന്നാണ്. ഇങ്ങനെ ഇവർക്കെല്ലാം അത് പിന്നെ അവർ പ്രത്യേക താല്പര്യം വെച്ച് പറയുന്നതാണ്. കാരണം അടുപ്പൂട്ടി ചർച്ചയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ആളാണ് KT ജലീൽ. അതിൻ്റെ ഒരു കൊതിക്കറിവാണെന്ന് വെച്ചു. ഏതായാലും സ്പീക്കർ കുറച്ചുകൂടി സഹിഷ്ണുത കാണിക്കണം, കുറച്ചുകൂടി മര്യാദ കാണിക്കണം, കുറച്ചുകൂടി വകതിരിവ് കാണിക്കണം. മെമ്പർമാരെ ആരും ആയിക്കോട്ടെ, KT ജലീലല്ല, VD സതീശനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ആര് തന്നെ ആയാലും എല്ലാവരോടും മാന്യമായിട്ടും മര്യാദയോടുകൂടിയിട്ടും വകതിരിവോടും പെരുമാറുന്നിടത്താണ് സ്പീക്കറുടെ മഹത്വം കുടികൊള്ളുന്നതല്ലാതെ ഞാനിവിടുത്തെ സുൽത്താനാണ്, എൻ്റെ കൽപ്പന കല്ലെ പിളർക്കും എന്ന രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടല്ല എന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഷംസീറിനോട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാവില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, അവനോട് സ്വയമായിട്ടും മനസ്സിലാവുകയില്ല, പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയില്ല. രണ്ടാമത്തെ വിഭാഗത്തിലാണ് ഷംസീർ ഉള്ളത്. അതുകൊണ്ട് ഒരു കൊല്ലം കൂടി നമ്മളിത് സഹിക്കേണ്ടി വരും. നാട്ടുകാരും കാണണമല്ലോ, കാണുന്നവർ സഹിക്കേണ്ടി വരും എന്നല്ലാതെ ഒന്നും പറയാനില്ല. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.